ഹലോ, എല്ലാവർക്കും MSB വ്ലോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2 സലാഡിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. തൊലി കളഞ്ഞ സലാഡ്, കുക്കുംബർ, സീഡ്സ് കോൺ, കാഷ്യൂനട്ട് ഞുറുക്കിയത്, ഒരു ക്യാപ്സിക്കം, ക്യാരറ്റ്, നാരങ്ങ. സലാഡ് കുക്കുംബർ നീളത്തിന് അരിഞ്ഞെടുക്കാം. ഇനി ക്യാരറ്റ് അതുപോലെ നമുക്ക് സ്ലൈസാക്കി നീളത്തിന് അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കം നമുക്ക് സ്ലൈസായിട്ടോ അല്ലെങ്കിൽ ചതുര കഷ്ണങ്ങളായോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം. ഞാൻ ചതുര കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനാവശ്യമായ ഡ്രസ്സിങ് തയ്യാറാക്കാം. ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടേബിൾ സ്പൂണോളം ഹണി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സീഡ്സ് കോൺ ഇട്ട് കൊടുക്കാം. ഞുറുക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർക്കാം. ബാലൻസ് ഇരിക്കുന്ന ഡ്രസ്സിങ് കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സലാഡാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സലാഡിനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം. ലെറ്റൂസ് ലീഫ് ഒന്ന് നമുക്ക് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ്. അത് ഉണ്ടെങ്കിൽ നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ക്യാബേജാണ്. അത് സാധാരണ ക്യാബേജ് ആയാലും മതിയാവും. എനിക്ക് ബ്ലൂ ക്യാബേജ് കിട്ടിയത് കൊണ്ടാണ് അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതും ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. വെയിറ്റ് ലോസിനൊക്കെ നല്ല ഒരു സലാഡ്, 2 സലാഡും വെയിറ്റ് ലോസിന് നല്ലതാണ്. ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്ക് കഴിക്കാം. ഇനി സലാഡ് കുക്കുംബറും ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് യെല്ലോ കാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം. അതും ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. യെല്ലോ ക്യാപ്സിക്കം കിട്ടിയില്ലെങ്കിൽ സാധാരണ ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞ് ചേർത്താലും മതി. എനിക്ക് യെല്ലോ ക്യാപ്സിക്കം കിട്ടിയത് കൊണ്ടാണ് അതും ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ബ്രക്കോളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ഞാൻ ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. ഇനി ഒരു സവാള അരിഞ്ഞ് ചേർക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി സീഡ്സ് കോൺ വേവിച്ചതും ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഡ്രസ്സിങ് തയ്യാറാക്കാം. ഇതിന് വേണ്ടി സ്ട്രോബെറിയുടെ യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് യോഗേർട്ട് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പുളിരസം കുറഞ്ഞ യോഗേർട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി,
1.5 ടേബിൾ സ്പൂണോളം ഹണി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂണോളം ഒലിവ് ഓയിലും കൂടി ഞാൻ ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി തക്കാളി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പഴുത്ത തക്കാളി ആകുമ്പോൾ അതിൻ്റെ വെള്ളം നനവുള്ള ഭാഗമെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചതുര കഷണങ്ങളാക്കി അരിഞ്ഞ് എടുക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വച്ചിരുന്നിട്ട് നന്നായി കഴുകിയെടുത്തതാണ്. എല്ലാവരും അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി മല്ലിയില ചെറുതായി അരിഞ്ഞ് ഇതിൽ ചേർക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സിങ് നന്നായി യോജിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് കസൂരി മേട്ടി, ഒരു നുള്ള് കസൂരി മേട്ടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു. നിങ്ങളിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. 2 സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് ഉപയോഗിക്കാം. വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കളർഫുള്ളായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. 2 സലാഡും നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വെയിറ്റ് ലോസിന് ഉപയോഗിക്കാം, ഒരു നേരത്തെ ഫുഡായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.